ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് പാലക്കാടേക്ക് പോവുകയാണ്, എൻ്റെ വീട്ടിലോട്ട് ധോണി. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ള കുറച്ച് പേരെങ്കിലും ധോണി പരിചയം ഉണ്ടാകും. എൻ്റെ വീടാണ്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അന്ന് കാണിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇന്ന് കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എല്ലാവരും എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓൾറെഡി ഇത്രയും പേര് വീട്ടിലുണ്ട്. ഇത് പോകാതെ ഒരു 10 പേര് പുറത്ത് പോയിട്ടുണ്ട്. ഇനി ഇവരെല്ലാവരും എത്തി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സമയമാവും. അങ്ങനെ അതേ പറഞ്ഞ പോലെ തന്നെ എല്ലാം കെട്ടിപ്പെറുക്കി ഇറങ്ങിയപ്പോൾ രാത്രി ആവാറായിട്ടുണ്ട്. ഏകദേശം രാത്രിയായി. ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ വിടാം. അപ്പോൾ നമ്മൾ 2 വണ്ടിയായിട്ടാണ് പോകുന്നത്. ഓൾറെഡി എല്ലാ വലിയ ആൾക്കാരും ഒരു അങ്കിൾ പറയുന്ന പോലെ ശോഭയാത്രയാണ് അപ്പുറത്തെ വണ്ടിയിൽ. നമ്മൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഒരു ഉല്ലാസയാത്ര പോലെ ഇപ്പുറത്തെ സെറ്റിലും. അപ്പോൾ അത് അവരിറങ്ങി. അപ്പോൾ നമ്മളെന്താ ഇറങ്ങുകയാണ് എല്ലാവരും കൂടെ ആയിട്ട്. അപ്പോൾ എല്ലാം നമ്മൾ വീടൊക്കെ നോക്കി ഓക്കെ എവരിത്തിങ് സെറ്റാണ്. നമ്മുടെ ഡോഗ്സിനൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മളിറങ്ങി. നമുക്കിനി നേരെ പോയി ഒരു റോസ്റ്റ് തൃശ്ശൂരെത്തിയപ്പോഴാണ് നമ്മൾ മറ്റേ നിസാൻ GTR കണ്ടത്. ഞാൻ മറ്റേ ഷോർട്ട്സ് ഇട്ടൊന്നുമില്ല അത്. പിന്നെ നമ്മളിവിടെ കയറി എല്ലാവരും കൂടെ കയറി ഫുഡ് കഴിച്ചു. നേരത്തെ പിടിച്ചിട്ട് എനിക്കൊന്ന് തൃശ്ശൂർ നല്ലൊരു ഹോട്ടലായിരുന്നു, റോഡ് സൈഡാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഇനി നമുക്ക് പാലക്കാട് എത്തിയിട്ട് കാണാം കേട്ടോ. ഹലോ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പാലക്കാട്. അപ്പം അതാണ് നമ്മുടെ വീട്. ഇതിന് മുന്നേ ഉള്ള കുറേ വ്ളോഗ്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ഥലം എന്ന് പറയണത് ഈ മലയുടെ അപ്പുറത്ത് കാണുന്നതാണ് മലമ്പുഴ എന്ന് പറയുന്നത്. സോ നമുക്ക് പെട്ടെന്നാണ് മലമ്പുഴ ധോണി പെട്ടെന്ന് എത്താനൊക്കെ സുഖമാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പം കുറേ നാളായിട്ട് അടഞ്ഞു കിടക്കുമല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി. അച്ചുവാണ് ആദുവിൻ്റെ കാര്യം കേൾക്കുക. ഇവളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുറേ ടെൻഷൻ ഒഴിവാക്കാം, കാരണം കുഞ്ഞുങ്ങളുടെ ഫുഡും അവളുമായിട്ട് പുറകെ നടന്നോളും. പിന്നെ നമ്മൾ കുറേ നാളുകൂടി വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പം കുറേ പേര് തേങ്ങ അവിടെ നിന്ന് ഇടിക്കുന്നു കൊണ്ടുവരുന്നു. അമ്മുവാണ് അത് ചെയ്യുന്നതൊക്കെ. ഞാൻ പിന്നെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ മാത്രം നോക്കി നടക്കും. പണിയെടുക്കുന്നതൊക്കെ ബാക്കി ആൾക്കാരായിരിക്കും. ഇനി അതെല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ. സോ ഈ ഒരു ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത് ശരത്ത് അവൻ്റെ ഇഷ്ടപ്രകാരം വെച്ചതാണ്. സോ ഇതിന് വേണ്ടി അവൻ എത്ര വേണമെങ്കിലും അവൻ മെനക്കെടും. അവൻ അതിനെതിരെ ആൾ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അഴുക്കായി കിടക്കുവാണ്. ഇതിൻ്റെ അകത്ത് കുറേ വലിയ വലിയ മീനൊക്കെ ഉണ്ട്, അത് കടിയിൽ കിടക്കുകയായിരിക്കും. എന്നിട്ട് ഇത് ഫുള്ള് നമ്മൾ ഏകദേശം ഇന്നത്തെ ദിവസം മൊത്തം നമുക്കിവിടെ വീട്ടിൽ പണിയാണ്, കാരണം ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് വീടിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങളൊക്കെ കുറച്ച് ചെതൽ പോലെയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി നടക്കണം. കുറേ ഡ്രില്ലിങ്ങിൻ്റെ പണിയുണ്ട്. അതങ്ങനെ മൊത്തം ഇതിൻ്റെ സമയം. അപ്പോൾ ഒരാൾ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നു, ഒരാൾ കിച്ചൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്, ഒരാൾ ക്ലീനിങ് വീട്ടിൻ്റെ അകത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ജോലിയായിട്ട് നമ്മൾ ഡിവൈഡ് ആയേക്കുവാണ്. സോ അകത്ത് നമുക്ക് പിടിച്ച് പറ്റാണ്ടായപ്പോൾ നമ്മൾ വെള്ളം തുറന്നു വിട്ടു. അപ്പോൾ അമ്മ അവിടെ നിന്ന് നമുക്ക് ഇലയുടെ ഉണ്ടാക്കാനുള്ള ഇലയൊക്കെ ഇതാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളം തുറന്നു വിട്ടപ്പോൾ ഈ കുഞ്ഞു മീനുകളുണ്ട്, അതെല്ലാം ഇങ്ങനെ പുറത്തോട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന അവിടെ തന്നെ ഒന്ന് അരിപ്പ വെച്ചെടുത്തു. പിന്നെ ഇവന്മാരൊക്കെ ഇതിലും നല്ല വലിയ മീനൊക്കെ ആട്ടോ ഇതിൻ്റെ അടിയിലുള്ളത്. പക്ഷേ എനിക്കിത് ഫുള്ള് നോക്കിയിരിക്കാനുള്ളൊരു ക്ഷമയില്ലായിരുന്നു, കാരണം എൻ്റെ ഉത്തരവാദിത്തം വേറെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് പോയി. അപ്പോൾ പിന്നെ വന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും അവൻ അത്യാവശ്യം ടാങ്ക് ഫുള്ള് ക്ലീനാക്കി ഈ ചെളിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ മീനുകളൊക്കെ അപ്പുറത്തെ ഒരു കുളത്തിൽ എവിടെയോ കൊണ്ടുപോയി ഇട്ടു എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞു മീനുകളെ മാത്രമാണ് ഇവിടെ ഇട്ടത്. ആ മീനിന് എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. നോക്കിയിട്ട് നമ്മൾ കുറേ കാലം ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് ശ്രദ്ധിക്കാനൊന്നും അങ്ങനത്ര പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ ക്ലീനിങ് ഇവിടെ നടക്കട്ടെ. പിന്നെ ഈ അരിപ്പ വെച്ച് എടുക്കാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ ലാസ്റ്റ് തോർത്തിൽ മീൻ പിടുത്തമായി. കാരണം തോർത്ത് വെച്ച് പിടിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും എന്നുള്ളതിൽ അങ്ങനെ ഞാൻ പോയി വന്നപ്പോഴേക്കും ഫുൾ ക്ലീൻ ചെയ്ത് ഇവിടെ നല്ല വെള്ളം നിറച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി കുട്ടികൾക്ക് കളിക്കാൻ സുഖം. അത് വെള്ളം വെച്ചാണോ? മീൻ പിച്ചുവാണോടാ? മീൻ പിച്ചുവാണോ?
സോ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയിട്ടുണ്ട്. നമ്മൾ ചായ, അപ്പുറത്ത് നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള കഴിക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാണ്. സോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നില്ല, ഇന്ന് വീട്ടിൽ കുറേ ഡ്രില്ലിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ പൊടിയൊക്കെ, അപ്പോൾ അതെല്ലാം അന്ന് അടിച്ച് കഴിഞ്ഞ് ഇനി വീട് ഫുള്ള് ക്ലീനിങ് ആണ്. അത് ശരിക്കും വെള്ളം ഒഴിച്ച് നല്ല സോപ്പിട്ട് തന്നെ വീട് ഫുള്ള് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഓരോരുത്തരും അവരെ കണ്ടു പറ്റുന്ന പോലെ അതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബായ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് തീരുകയാണ്. നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് അങ്ങനെ കുറേയൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ഹൗസിൻ്റെ ക്ലീനിങ് ആണ് നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്നത്. സോ അതെല്ലാം നമ്മൾ തീർത്ത് വന്നപ്പോഴേക്കും നല്ല സമയമായിട്ടുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ബാഗ് പാക്ക് ചെയ്ത് നമുക്ക് പോവുകയാണ്. നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി, രാത്രിയാകും അവിടെ എത്തുമ്പോഴേക്കും. ബൈ.